ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേടാ പൊന്നു മോനെ, ഈ പിയാനോ വേണ്ട വേണ്ടാന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? പപ്പായ്ക്ക് വിവരമില്ലെന്ന്. ഇപ്പൊ എന്തായി? ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ ബിസിനസ്സിന് ഇറങ്ങാവൂ. എടാ വിധി, മനുഷ്യന് പ്രയോജനമുള്ള സാധനം വേണം ബിസിനസ് ചെയ്യാൻ, അല്ലാതെ ചൗപ്പട്ടി മെച്ചോട്ടല്ല. എന്നൊരു കാര്യം ചെയ്യും, ആ. പപ്പ എന്നെ കൊല്ലേ. പിന്നെ നിക്കളാവോസേ, ആ രണ്ടുപേർക്കും ശരിക്കും ഇപ്പൊ ഉറക്കം കിട്ടുന്നുണ്ടോ? കണ്ടിട്ട് ദിവസം കുറെ ആയല്ലോ. ഇതെന്താ നിക്കളാവോസേ? ചവപ്പെട്ടി. കണ്ടാൽ അറിഞ്ഞൂടെ? പിയാനോ. പിയാനോ? അപ്പൊ ഈ പഞ്ചപിടുത്തവും ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് പള്ളിപ്പാട്ട് തുടങ്ങിയോ? അതെ, പിന്നെ ഞാനൊരു കാര്യം പറയാം. ബോട്ട് കരയെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. മേടിച്ച കാശും പലിശയും തന്നിട്ട് അതങ്ങനെ എടുത്തോണ്ട് പോയിക്കോ. വെറുതെ തല വിളിക്കാൻ പോരാ, വേറെ ആർക്കെങ്കിലും ഞാനത് എടുക്കും. കാശുണ്ട് തരികലിടൂ. ഈ പിയാനോ പിയാനോ ചുവന്ന് നടക്കാത്ത ദിവസം 4-5 ആയി. ആരെങ്കിലും അത് വാങ്ങണ്ടേ? എന്റെ നിക്കളാവോസേ, പണ്ടൊക്കെ 2-3 ദിവസം പലിശ മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ബോട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി 4-5 മീനെങ്കിലും കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയല്ലല്ലോ. മുതലും ഇല്ല, പലിശയും ഇല്ല, ബോട്ടിനാണെങ്കിൽ പണി കഴിഞ്ഞിട്ടുള്ള നേരമില്ല. എന്താടാ മോനെ നീ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കണത് ഇഷ്ടല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? എടാ പലിശ എങ്കിലും തരാൻ. താനൊരു കാര്യം ചെയ്യും, താഴെ എന്റെ ബൈക്ക് കിടപ്പുണ്ട്, അതെടുത്തിട്ട് പോ. പലിശയായിട്ടോ മുതലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. അത് മാത്രം വേണ്ട ഫ്രെഡി. ഈട് തന്ന ഒരെണ്ണം എന്റെ തലയിലുണ്ട്. ഇനി നിന്റെ ബൈക്കും കൂടി ചുമക്കാനുള്ള ത്രാണി ഈ ചേട്ടനില്ലടാ മോനെ. വെറുതെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തരുത്. ഞാൻ പോട്ടെ പോട്ടെ നിക്കളാവോശേ. പിന്നെ പറഞ്ഞില്ല എന്ന് പറയരുത്. ബോട്ടും ചോദിച്ച് ആദ്യം വരുന്ന കൊശവിന് ഞാനത് വെക്കും. അതും കൂടെ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഫ്രെഡി വില്ല. അത് നിക്കോളാസ് വില്ലയാ. രണ്ടും ഒന്ന് തന്നെയാ. എക്സ്ക്യൂസ് മീ, എന്തായി കാണിക്കണേ? വെജിറ്റബിൾസ് അരിയാ? അതെ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് സെൻസില്ലേ? അതൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റാ. അതിപ്പോ വെജിറ്റബിൾസ് അരിഞ്ഞു എന്ന് വെച്ച് ഇതൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അല്ലാണ്ടാകുന്നില്ലല്ലോ. നോൺസെൻസ്. നിങ്ങൾക്ക് അതിന്റെ വില അറിയില്ല. സത്യം പറയാലോ, ഇതിന്റെ വില ഇപ്പൊ ശരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുക. വിൽക്കാൻ ഏൽപ്പിച്ചത് ശരിയാ, പറയാൻ ഇനി അവകാശം ഇല്ലെന്നും അറിയാം. ബട്ട് പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ല, ഇതിന്റെ മുകളിൽ വെച്ച് വെജിറ്റബിൾസ് അരിഞ്ഞത് തെറ്റാണ്, സമ്മതിച്ചു. പക്ഷെ ഇത് വാങ്ങാൻ പോകുന്ന പാർട്ടീസ് ഇതിനെ വെട്ടി നുറുക്കി അടുപ്പിലിട്ട് കത്തിച്ചാൽ ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. പ്ലീസ്. ഡാഡി എനിക്ക് തന്ന പ്രസന്റാ ഈ പിയാനോ. എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. ഹലോ. വിറ്റോന്നറിയാൻ മമ്മി അയച്ചതാ. പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു. ജെ മാൻഷൻ. ഇത് മറ്റേ കക്ഷിയുടെ വീടല്ലേ? ഏത്? നഷ്ടപരിഹാരം. ഒന്ന് മുട്ടി നോക്കിയാലോ?
കിട്ടിയാലൊരു വാക്ക്. കിട്ടിയാലോ? കിട്ടിയാലൊരു മാന്യ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി, അങ്ങനെ ആകട്ടെ. ഓക്കെ, സീ യു. ഓക്കെ. ഞാൻ കറക്റ്റായ സാധനം കിട്ടിയ ഗുഡ് മോർണിംഗ്. കറക്റ്റായ സാധനം കിട്ടാൻ കൊടുത്തേക്കാം. അപ്പൊ താൻ നേരെ വീട്ടിലേക്ക് വരുമല്ലോ. ആ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ വീണ്ടും നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വന്നതാണോ? അയ്യോ അല്ല സർ. സാർ, ഇവിടെ പിയാനോ ഉണ്ടോ? ഇല്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സാറിന് പിയാനോ ഇല്ല. ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല. ഇറ്റ്സ് എ റയർ ഇൻസ്ട്രുമെന്റ്. മാത്രമല്ല, ഇത്രയും മനോഹരമായ വീടിന് പിയാനോ ഒരു നല്ല അലങ്കാരമായിരിക്കും. ആയിരിക്കും സർ. റിയലി യു ആർ ലക്കി. അതെ. ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ഒരു ഇംഗ്ലീഷ് പിയാനോ വന്ന് പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ ഫ്രെഡറിക് മാസ്റ്റർക്ക് വേണ്ടി വരുത്തിയതാ. പക്ഷെ പാവം മൂപ്പിലാ മിനിഞ്ഞാന്ന് കിടുങ്ങിപ്പോയി. അപ്പൊ ഞങ്ങൾക്കൊരു വാശി, ഇത് അർഹതയുള്ള ഒരാൾക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് കൊടുക്കാം, കലാഹൃദയുള്ള മനുഷ്യനാണ്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ടാ അറിഞ്ഞൂടെ? അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പിയാനോ സാർ വാങ്ങിക്കോ അല്ലേ? അതെ. ആര് വാങ്ങിച്ചു? അല്ല, ഇപ്പൊ വാങ്ങിക്കുമല്ലോ. ഇക്കണക്കിന് പോയാ ഇപ്പൊ മേടിക്കും. അപ്പൊ ഞങ്ങള് കൊണ്ടുവരട്ടെ സാർ? കൊണ്ടുവരണ്ട. ഇവിടെ ഒരു 10-30 പിയാനോടൊപ്പുണ്ട്. വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. എന്നിട്ട് ആർക്കെങ്കിലും കൊടുത്ത് കിട്ടുന്ന മേടിച്ചു. അല്ല, അത് പോട്ടെ. സാറിന് പിയാനോ വേണോ? ഇനി ഇവിടെ നിന്നെ സമയം മെനക്കെടുത്തിയാൽ അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങോട്ട് മേടിച്ച് രണ്ടിനെയും പുറത്ത് വിടത്തുള്ളൂ. അപ്പൊ സാറിന് പിയാനോ വേണ്ടല്ലേ? വേണ്ട, അതല്ലേ. ഓക്കെ സാർ. ഞാൻ അപ്പോഴേ പപ്പയെടുത്ത് പറഞ്ഞല്ലേ സാറിന് പിയാനോ വേണ്ടാന്ന്. വേണ്ടല്ലടാ, സാർ ഇപ്പൊ നല്ല മൂഡിലല്ല, അതുകൊണ്ടാ. നമുക്ക് വേറെ ദിവസം വരാം. വേറെ ദിവസം വരണ്ട. മനുഷ്യൻ, ഇയാള് മനുഷ്യനാ? ഓ, പിയാനോ വാങ്ങിക്കാത്ത മനുഷ്യനാണോ? ഓക്കെ സാർ. ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ. അവന്മാരെന്തിനാ വന്നേ? തനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് അവന്മാരെ അറിയാം, അതുകൊണ്ടല്ലേ ചോദിച്ചേ. സാധനം റെഡി. എടോ, ഞാൻ ചോദിച്ച ആ പോയവന്മാരോട് എന്തിനു വന്നു? അത് തന്നെയാ ഞാനും പറയുന്നത്. താൻ അവന്മാരുടെ കൊടുത്തയച്ച സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? പിയാനോ. പിയാനോ? അതെ. താൻ എന്തിനാ ഇത് വാങ്ങി വെച്ചത്? താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കൊടുത്തയച്ചതാന്ന് പറയാൻ താനങ്ങ് മേടിച്ചു വെക്കും. എടോ പണിക്കര, താൻ ഇത്ര മണ്ടനായി പോയല്ലോ. അനാവശ്യം പറയരുത്. ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുൻപ് ഓരോരുത്തരുടെ കയ്യിൽ താൻ ഓരോന്ന് കൊടുത്തു വിട്ടിട്ടില്ലേ? അന്ന് ഏതോ പാണ്ഡ്യയുടെ കയ്യിൽ കൊടുത്തയച്ച നടരാജ വിഗ്രഹവും പിന്നെ സ്റ്റഫ് ചെയ്തൊരു പുള്ളിപ്പുലി, ഇതൊക്കെ താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടില്ലേ? എടോ, അതിന്റെ ഒക്കെ പുറകിൽ എനിക്ക് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു. തനിക്ക് ഓരോ പ്രാവശ്യം ഓരോ പർപ്പസ്. അത് ഞാനെങ്ങനെ അറിയാം? തനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചുകൂടായിരുന്നു? താനല്ലേ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കരുതെന്ന്? അല്ലേ പിന്നെ അവന്മാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നണം. ഇതതുമില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിയാനോ കൊണ്ടുവരാൻ. മതി. ഏതായാലും പറ്റിയത് പറ്റി. ഇനി ഇത്തരം കാര്യങ്ങളിൽ എന്നെ വലിച്ചിടരുത്. പപ്പ എങ്ങോട്ടാ? പപ്പ എങ്ങോട്ടാന്ന്? എങ്ങോട്ടാന്ന് ചോദിച്ചാ? അല്ല, പ്രത്യേകിച്ച് എവിടേക്കെങ്കിലും പോകാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തിട്ട് നീ എവിടെ പോണു? എനിക്കൊരു ഫ്രണ്ടിനെ കാണാം. ആരെ? ഒരു ജാക്സൺ. നമ്മുടെ മൈക്കൽ ജാക്സൺ എന്നൊരു ഫ്രണ്ട്. എന്നാ ഞാനും വരാം, പരിചയപ്പെട്ടിരിക്കാലോ. അതൊന്നും വേണ്ട. ഓഫായി ഓഫായി. തള്ളിക്കേ തള്ളിക്കേ. വിളിക്കോ? അതെ, കറങ്ങി നടക്കാതെ വീട്ടിൽ പോ. വീട്ടിൽ പോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇന്ന് വാ നാളെ വാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രേ? ഒന്ന് പതുക്കെ പറ. എന്തോന്ന് പതുക്കെ പറയാൻ? മര്യാദക്ക് കാശ് തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആരാത്? അത്യാവശ്യം വന്നപ്പോ കുറച്ച് രൂപ കടം മേടിച്ചു. അതും ചോദിച്ചപ്പോ കുറേ ദിവസമായി. ഫ്രെഡി അകത്തേക്ക് വരൂ.
ഇരിക്കൂ. ഞാൻ ആ പിയാനോ വിറ്റു, അതിന്റെ പണം കൊണ്ടുവന്നിട്ടുണ്ട്. സോറി, എനിക്ക് ഉടനെ വിൽക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ടിരിക്കൂ. അല്ല, കുറച്ചുകൂടെ പണമുണ്ട്. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അന്ന് ഷെറിനെ അങ്ങോട്ട് അയച്ചത്. ഷെറിൻ പിണങ്ങിയാ പോകുന്നത്. ഞാൻ കാപ്പി കൊണ്ടുവരാം. ഞാനന്ന് ഫ്രെഡിയോട് അല്പം ഹാർഷായി പെരുമാറി. ഏയ്, ഞാനാ ഷെറിനോട് ഹാർഷായിട്ട് പെരുമാറിയത്. സോറി.